മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത 7 കൂട്ടം കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ആദ്യം ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ദൈവത്തെ മറക്കാൻ പാടില്ല. നമ്മുടെ ദൈവത്തെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത് ആരാ? ഇതുവരെ നടത്തിയത് ആരാ? ദൈവമാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ യേശുവാണ് നമ്മളെ ഓരോരുത്തരെയും ഈ നിമിഷം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആയുസ് നൽകി, നമുക്ക് ആരോഗ്യം നൽകി, ജീവൻ നൽകി ദൈവം ഇതുവരെ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സങ്കടകരമായ ഒരനുഭവം ഉണ്ടായി. പരീക്ഷ കഴിഞ്ഞു പോയ 5 പെൺകുട്ടികൾ, ഒരാൾ അല്പം പുറകിൽ നടക്കുകയായിരുന്നു, 4 പേര് മുൻപിൽ. പെട്ടെന്ന് ഒരു ലോറി മറ്റൊരു ലോറി ഇടിച്ച് സിമന്റ് കയറ്റിക്കൊണ്ടുപോയ ആ ലോറി വന്ന് ഈ പാവം പെൺകുട്ടികളുടെ മേൽ വീഴുകയും തൽക്ഷണം അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു മരണം അവർക്കുണ്ടാകുമോ എന്ന്. ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവരുടെ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആ നാട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓർക്കാപ്പുറത്താണ് അത്ര ദയനീയമായൊരു സംഭവം ആ പ്രദേശത്തുണ്ടായത്. അല്പം പുറകിൽ നടന്ന പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. ഇതെല്ലാം അവൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ യാത്രകൾ ചെയ്യുന്നു, എവിടെയെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നു, എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെടുന്നു. നമുക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലകളായിരിക്കുന്ന നമ്മെ കർത്താവ് സൂക്ഷിച്ചതുകൊണ്ട്, അവൻ്റെ ആ മുറിഞ്ഞ കരങ്ങളിൽ നമ്മളെ കരുതിയത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര ഉന്നതമായ ഒരു ലെവലിൽ നമ്മൾ എത്തിയാലും, സാമ്പത്തികമായി ഉന്നതമായ ഒരു ഉയർച്ചയിലെത്തിയാലും, ആത്മികമായി വലിയ ഉയർച്ചയിലെത്തിയാലും, എന്തെല്ലാം നേടിയാലും, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ നമ്മൾ മറക്കാൻ പാടില്ല. ജീവിതത്തിൽ 1-ാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കണം. അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. മുമ്പേ അഥവാ ആദ്യമേ ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും നീതിയെയും നമ്മൾ പിന്തുടരുന്നവരായിരിക്കണം. 1-ാം സ്ഥാനം ദൈവത്തിന്. യേശു അതല്ല പഠിപ്പിച്ചത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം. 1-ാം സ്ഥാനം യേശുവിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതും ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനെ, നമ്മുടെ ദൈവത്തെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. മറന്നാൽ എന്ത് സംഭവിക്കും
എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല. ദൈവത്തെ മറന്ന് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വചനം തരുന്ന മുന്നറിയിപ്പ് എന്താണ്? അതിന് അവസരം കൊടുക്കും, സമയം കൊടുക്കും, ഒരു പിരീഡ് കൊടുക്കും, മാനസാന്തരപ്പെടുവാൻ ഒരു പിരീഡ് ദൈവം കൊടുക്കും. ആ പിരീഡ് കഴിഞ്ഞാൽ പിന്നെ ദൈവം കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാവില്ല. ഒരാളും സഹായത്തിനെത്തുവാൻ കഴിയില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനമെടുക്കണം. എന്തെല്ലാം സൗഭാഗ്യം എൻ്റെയും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നാലും എൻ്റെ കർത്താവിനെ, എൻ്റെ ദൈവത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവൻ എന്നും ഓർത്തുകൊണ്ട് അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ഞാൻ ജീവിക്കുമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 103 വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ അയൽപക്കക്കാരോ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ മറക്കാൻ പാടില്ല. നമുക്ക് ഉപകാരം ചെയ്ത ആളുകളുടെ അടിമയായി ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അത് വേണ്ട. പക്ഷേ നമ്മൾ അവരെ മറക്കാൻ പാടില്ല. നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ, നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ദൈവദൂതന്മാരെ പോലെ വന്ന് ഇടപെട്ട പല ആൾക്കാരുണ്ട്. അവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കോതമംഗലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കോതമംഗലത്ത് പാസ്റ്റർമാരുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് വരുന്ന വഴി ഒരു മഴക്കാലമാണ്. ഒരു ഭാര്യയും ഭർത്താവും നല്ല സാമ്പത്തികമുള്ള ആൾക്കാരാ. അവര് കനാലിൻ്റെ അരികത്തുകൂടി ഒരു റോഡുണ്ട്. ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. ആ റോഡിലൂടെ അവർ കാർ ഓടിച്ചു വന്നപ്പോൾ ഇവരുടെ കാറ് ആ ചെളിയിൽ പുതഞ്ഞുപോയി. ഇവർക്ക് കാറ് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല, പുറകോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഡോറ് തുറന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. എന്താ കുഴപ്പം? മൊത്തം ചെളിയാണ്, കൽപ്പടി മണ്ണിന്റെ ചെളിയാണ്, പൂണ്ടുപോകും. ഇവർക്ക് ആ വഴിയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഇത് കണ്ടിട്ട് വരുന്ന വഴി അവരിങ്ങനെ കൈ കാട്ടുന്നുണ്ട്. ഞാൻ അവിടെ നിർത്തിയിട്ട് ഞങ്ങളൊന്ന് ഈ വണ്ടി ഒന്ന് തള്ളി സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനെന്താ, ഞാൻ എൻ്റെ പാൻ്റെ ഒക്കെ ചെളിയിലായി, ഞാൻ ആഞ്ഞു തള്ളിയിട്ടും പോകുന്നില്ല. അവസാനം ഒരു വൽപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞപ്പോൾ കാറ് മുന്നോട്ട് നീങ്ങി, ചെളിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. സംഭവിച്ചെന്നറിയാമോ? ഈ കാറിന്റെ ടയറിൽ നിന്നുള്ള ചെളി മൊത്തം എൻ്റെ ഷാട്ടിലേക്ക് മുഖത്തേക്ക് ഇങ്ങനെ അടിച്ച് ഞാനാകെ ഒരു പരുവായി.
ഇവര് വണ്ടി ടാറിലേക്ക് എടുത്തു. എന്നെ കണ്ട് ഇവര് രണ്ടുപേരും ഞെട്ടി. ഒരു നിമിഷം എന്നെ ഇങ്ങനെ നോക്കി. അവര് ബസ് കയറിയിട്ട് അങ്ങ് പോയി. സോറി എന്നൊരു വാക്ക് പോലും ഒരു പറയാതെ അവരെവിടേക്ക് പോയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ ചെളിയിൽ പുരണ്ടാണ് വീട്ടിൽ വന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ വന്ന ഞാനാണ്. ഞാൻ പാസ്റ്ററാണെന്ന് കാണുമ്പോൾ തന്നെ അവർക്കറിയാം. അവരൊന്ന് താഴെ ഇറങ്ങി വന്ന് സോറി, എന്ത് സംഭവിക്കും, എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയും ഒന്നും നിങ്ങൾ ചെയ്യണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോറി എന്നൊരു വാക്ക്, ഒരു താങ്ക്സ് എന്നൊരു വാക്ക് അവർ പറയാതെ പോയി. ഇന്നും അത് എൻ്റെ മനസ്സിൽ ഒരു വേദനയായി കിടക്കുകയാണ്. അത് അവർക്കൊരു കടമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനോടുള്ള ബന്ധത്തിലായാലും ദൈവത്തോടുള്ള ബന്ധത്തിലായാലും ദൈവത്തിൻ്റെ ഒരു ഉപകാരവും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. നന്ദിയുള്ള, താങ്ക്സ്ഫുള്ളായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഓർക്കുക. ആ ഉപകാരങ്ങളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മറക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിനക്ക് ചെയ്ത നിയമം, ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ള നിയമം നിങ്ങൾ മറക്കാൻ പാടില്ല. ദൈവം നമുക്കൊരു നിയമം തന്നിട്ടുണ്ട്. ആദ്യം ഇസ്രായേൽ മക്കൾക്ക് പഴയ നിയമം കൊടുത്തു. പഴയ നിയമത്തിൽ എന്താണ് ദൈവത്തിൻ്റെ നിയമം? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കാണുന്ന അതാണ്. 2 മതത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യാനികൾക്ക് അവിടെ യാതൊരു റോളുമില്ല. അങ്ങനെയൊരു മതം പഠിച്ചവർ യഹൂദനെ കണ്ടാൽ വെറുതെ വിടുമോ? ക്രിസ്ത്യാനിയെ കണ്ടാൽ വെറുതെ വിടുമോ? ഇതര മതസ്ഥരെ വെറുതെ വിടുമോ? ഇങ്ങനെയുള്ള തീവ്രവാദ ആശയങ്ങളിൽ ജീവിക്കുന്ന തീവ്രവാദികളുടെ ഒരു സംഘമാണ് ഇസ്രയേലിന്റെ അയൽവക്കത്ത് ജീവിക്കുന്ന പല രാജ്യങ്ങളും. അവരുടെ മതത്തിന്റെ ആ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. 1 വർഷം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട്. യഹൂദനെ ഈ മത തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ യഹൂദന്റെ നിയമം എന്താണ്? അവന്റെ പഴയ നിയമത്തിൽ പറയുന്നത് അവൻ ആരും അങ്ങോട്ട് എന്ന് ആക്രമിക്കില്ല, നശിപ്പിക്കാൻ പോവില്ല, കൊല്ലാൻ പോവില്ല. പക്ഷേ ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് നിയമം കൊടുത്തിട്ടുണ്ട്. നിന്റെ ഒരാളെ കൊന്നാൽ നീ അവനെ വെറുതെ വിടരുത്, നീ അവനെ തിരിച്ചു കൊല്ലണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. അതാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈന്യവും അവർക്കെതിരായി, അവിടെ ജനത്തിനെതിരായി പടപൊരുതിയ ആ തീവ്രവാദികളെ ഒന്നൊന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 നിയമങ്ങളും കൊല്ലുക, നശിപ്പിക്കുക എന്നതാണ് നിയമങ്ങൾ. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പുതിയ ഒരു നിയമം തന്നു.
ആ നിയമം സ്നേഹത്തിന്റെ നിയമമാണ്. ആ സ്നേഹത്തിന്റെ നിയമം യേശു നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുക. സ്നേഹത്തിന്റെ നിയമം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ കർത്താവിന്റെ സഭ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ഈ ലോകത്തിലെ ജനം ആചരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ പുതിയ നിയമത്തിന്റെ പ്രമാണം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിയമമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, അതുപോലെ മറ്റു മനുഷ്യരെയും നിന്നെ പോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് നമുക്ക് നൽകിയ നിയമം. ഈ നിയമത്തെ, ഈ സ്നേഹത്തിന്റെ നിയമത്തെ, ഈ ക്രിസ്തുവിന്റെ നിയമത്തെ, ഈ പുതിയ നിയമ പ്രമാണത്തെ ഒരിക്കലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ സ്നേഹത്തിന്റെ നിയമം നമ്മൾ മറക്കാൻ പാടില്ല. ഈ സ്നേഹത്തിന്റെ നിയമം പഠിപ്പിച്ച ക്രിസ്തു തന്റെ മരണ നിമിഷം വരെ ആ സ്നേഹത്തിന്റെ നിയമം പാലിച്ചവനാണ്. തന്നെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ക്രൂരമായി അടിച്ചു, മുഖത്തെ രോമങ്ങൾ പിഴുതുപറിച്ചു, കാർക്കിച്ചു തുപ്പി, മുൾക്കിരീടം ധരിപ്പിച്ചു, ചമ്മട്ടി കൊണ്ട് യേശുവിന്റെ ശരീരം ഉഴുവുചാല് പോലെ അടിച്ചു തകർത്തു. യേശുവിനെ കണ്ടാൽ ഒരു മനുഷ്യനാണോ ഒരു മൃഗമാണോ എന്ന് തോന്നത്തക്ക നിലയിൽ അത്ര വിരൂപനാക്കി അവരടിച്ചു തകർത്തു കളഞ്ഞു. എന്നിട്ടും കർത്താവ് അവരാരെയും ശപിച്ചില്ല, അവരാരെയും പ്രാഗിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ സ്നേഹിച്ചു. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയും യേശു സ്നേഹത്തോടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുരിശിൽ തന്റെ അപ്പുറവും ഇപ്പുറവും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത 2 ദുഷ്കർമ്മികളായ കള്ളന്മാരുണ്ടായിരുന്നു. അവർ 2 പേരും യേശുവിനെ നിന്ദിച്ചു. ആ കുരിശിൽ കിടന്നുകൊണ്ട് നിന്ദിച്ചു, ശപിച്ചു. പക്ഷേ ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അപ്പുറവും ഇപ്പുറവും കിടന്ന 2 കള്ളന്മാര് കേട്ടു. ഒരു കള്ളന് ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ അവന് മാനസാന്തരമുണ്ടായി. അവൻ അവിടെ വച്ച് ആ കുരിശിൽ കിടന്നൊരു തീരുമാനമെടുത്തു: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നവൻ കുരിശിൽ കിടന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടു. ചിലർ ചോദിക്കാറുണ്ട്, ആ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അയാൾ സ്നാനപ്പെട്ടു. സ്നാനത്തിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. യേശുവിനോടൊപ്പം ആ മരണാനക്ക പുനരുദ്ധാനത്തോട് ഈ കള്ളനും ഏകീഭവിച്ചു. അവൻ യഥാർത്ഥമായി സ്നാനപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്: ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കണ്ടോ?
യേശു തന്റെ സ്നേഹത്തിന്റെ നിയമം പാലിച്ചപ്പോൾ തന്റെ മരണസമയത്തും ഒരാത്മാവിനെ രക്ഷപ്പെടുത്തി. യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ച് എൻ്റെ ആത്മാവിനെ പിതാവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥിച്ച് സ്വന്തം തോളിൽ തല ചായ്ച്ച് ക്രിസ്തു മരിച്ചു. ആ മരണം കണ്ടുനിന്ന ആ റോമൻ സൈന്യാധിപൻ ആ മരണം കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, അയാൾ രക്ഷിക്കപ്പെടുവാനിടയായി. കണ്ടോ, സ്നേഹത്തിന്റെ നിയമം ആര് തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ, മറക്കാതെ ഓർക്കുന്നുണ്ടോ, ആചരിക്കുന്നുണ്ടോ, അവർ ചിലരെ കർത്താവിങ്കിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം കർത്താവിൻ്റെ നിയമമാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 31 അധ്യായം 21 വാക്യം നമുക്ക് വായിക്കാം. അതായത് ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിലുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവര് ഈജിപ്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ വന്ന് 40 വർഷത്തെ യാത്ര ചെയ്ത് ഇവര് ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിൽ കനാൻ ദേശത്ത് അവരെത്തിച്ചേർന്നു. അപ്പോൾ ഈ യാത്രയിൽ ഒരുപാട് അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഇവരനുഭവിച്ചു. ഒരുപാട് ശത്രുക്കളുടെ ക്രൂരമായ പീഡനങ്ങളും യുദ്ധങ്ങളും അനുഭവിച്ചാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മളതെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അവരാ ദേശം കണ്ടിട്ടില്ല. പക്ഷേ ആ കാണാത്ത ദേശത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മകളുമായി ദൈവത്തെ വിശ്വസിച്ച് മോശയെ വിശ്വസിച്ച് ഈ ജനം സഞ്ചരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അവരുടെ സ്വന്തം കയ്യിലെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്. എന്നാൽ ഒടുവിൽ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ ഒക്കെ ജീവിതത്തിൽ ഇനിയും, പണ്ട് നിങ്ങൾ കുറെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ സമയത്ത് ദൈവത്തെ മറക്കാതിരിക്കാൻ നിങ്ങൾ പാട്ടെഴുതി ആ പാട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കാണാതെ പഠിപ്പിക്കണം, മനഃപ്പാഠമാക്കി കൊടുക്കണം. ആ പാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പാട്ട് നിങ്ങളുടെ മക്കളും പാടണം. അത് പാടുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ മഞ്ഞുകട്ടി അലിയുന്നത് പോലെ അലിഞ്ഞില്ലാതായി മാറും. നിങ്ങൾക്കൊരു പുതിയ ശക്തി ലഭിക്കും, ഒരു പുതിയ ഉണർവ് ലഭിക്കും. അതുകൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കി ആ പാട്ടുകൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ അവർ പഠിപ്പിച്ചു. അവരുടെ പ്രശ്ന നിമിഷങ്ങളിൽ ഇസ്രായേൽ മക്കളും അവരുടെ മക്കളും ആ മനോഹരമായ പാട്ടുകൾ അവർ പാടി. ആ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവർ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അവർ നേരിട്ടത്. അങ്ങനെയാണ് അവർ വിജയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരവിടെ ആയിരിക്കുന്നു. ഇന്നും ആ മനോഹരമായ പാട്ടുകൾ അവർ പാടാറുണ്ട്. എന്നാൽ ആത്മീകമായി ചിന്തിച്ചാൽ നമ്മളാണ് യഥാർത്ഥ ഇസ്രായേൽ. ദൈവത്തിൻ്റെ സഭയാണ് ആത്മീയ ഇസ്രായേൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല പിതാക്കന്മാരും മാതാക്കളും ദൈവദാസന്മാരും അവിടെ അനുഭവത്തിൻ്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ അവർ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
ആ പാട്ടുകളാണ് നമ്മൾ പാടി ആരാധിക്കുന്നത്. ചില പാട്ടുകൾ പാടുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം പിടയും. നമ്മുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീര് ഒഴുകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ അത് കാണാതെ പഠിക്കണം. അത് വീട്ടിൽ പാടണം, സഭയിൽ പാടണം. ആ പാട്ട് പാടി നിങ്ങളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ കൈകളടിച്ച് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ആ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറിപ്പോകും. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പറഞ്ഞത്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഇങ്ങനെയുള്ള മനോഹരമായ ഗാനങ്ങൾ, പാട്ടുകൾ നമുക്കറിയാം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. ഈ പാട്ടുകൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭക്തന്മാരുടെ അനുഭവത്തിൽ നിന്നും എഴുതിയ പാട്ടുകളാണ്. നമ്മുടെ ജീവിതവുമായി അത് തുലനം ചെയ്യുമ്പോൾ അവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ ഈ പാട്ടൊന്ന് പാടി ഒന്ന് ആരാധിക്കൂ. ഈ പാട്ടൊന്ന് പാടി മുറിയിലിരുന്ന് ആരാധിച്ച് തുതിച്ച് കഴിയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം പോകും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ കണ്ണുനീരുകൾ മാറും. ദൈവത്തിൻ്റെ നിത്യമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറക്കാൻ പാടില്ലാത്ത, മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത നാലാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ പാട്ടുകൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 13:16 വാക്യം നമുക്ക് വായിക്കാം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും നമ്മൾ മറക്കാൻ പാടില്ല. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും എന്താണ്? പുതിയ നിയമപ്രകാരം യാഗങ്ങളാണ്. സഭയിലുള്ള ഏതെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ദൈവം തോന്നിച്ചിട്ടുണ്ടോ, നമ്മളത് ചെയ്യണം. അവരുടെ ദുഃഖങ്ങളിൽ നമുക്കൊരു കൂട്ടായ്മ കാണിക്കാൻ, അത് ആത്മീക വിഷയവുമുണ്ട്, ഭൗതിക വിഷയവുമുണ്ട്. ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ആത്മീകമായിട്ടൊരു നന്മ കാണിക്കാൻ, ആത്മീകമായൊരു കൂട്ടായ്മയുടെ കൈത്താങ്ങൽ കൊടുക്കാൻ, ഭൗതികമായൊരു നന്മ ചെയ്യാൻ, ഭൗതികമായി കൂട്ടായ്മയുടെ ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ, അത് സഭയ്ക്കുള്ളിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും നമുക്കൊരവസരം ദൈവം തന്നാൽ, നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ദൈവം തരും, ദൈവം കൊണ്ടുവന്ന് തരും. അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളോട് അറിയിക്കുമ്പോൾ, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല എന്ന വിധത്തിൽ നമ്മൾ ഇരിക്കരുത്, പോകരുത്. ദൈവം നമ്മളോട് ഇടപെടുന്നതാണ്. ആ ഇടപെടൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഴിയാവുന്നത്, നമ്മൾ കടം വാങ്ങിച്ചൊന്നും ആർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയാവുന്നത്, ചെറുതാകട്ടെ വലുതാകട്ടെ ഇടത്തരമാകട്ടെ, ആ നന്മകൾ അർഹതപ്പെട്ടവന്, അർഹതയില്ലാത്തവർക്കും നമ്മൾ കൊടുക്കരുത്. യോഗ്യതയുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മൾ കൂട്ടായ്മ കാണിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ യാഗങ്ങളാണ്, ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന മാർഗങ്ങളാണ്. ഈ കാര്യങ്ങൾ
നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക എന്നുള്ള ഈ കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത് ഓർത്ത് ആചരിക്കുവാൻ നമുക്ക് കഴിയണം. എഫേസ് ലേഖനം എന്താ പറയുന്നത്? ദൈവം നമ്മളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കിയത് എന്തിനാ? സ്വർഗത്തിൽ പോകാനാണോ? അത് രണ്ടാമത്തെ കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? ദൈവം നമ്മളെ ക്രിസ്തുവിൽ രക്ഷിച്ചിരിക്കുന്നത്, പുതിയ സൃഷ്ടികളാക്കിയിരിക്കുന്നത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. സൽപ്രവർത്തികൾ ചെയ്യാനാണ്. അത് ദൈവമക്കളുടെ ബന്ധത്തിലും ദൈവദാസന്മാരുടെ ബന്ധത്തിലും ദൈവസഭയ്ക്ക് പുറത്തുള്ള അർഹതപ്പെട്ടവരുടെ ബന്ധത്തിലും നമ്മളത് ചെയ്തിരിക്കണം. ഇത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിഥി സൽക്കാരം മറക്കരുത്. മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യമാണ് അതിഥി സൽക്കാരം മറക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ കഴിയണം. ഉച്ച നേരത്താണ് ഒരാൾ വരുന്നതെങ്കിൽ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കണം. ഊണ് വേണോ എന്നല്ല ചോദിക്കേണ്ടത്, ചായ വേണോ എന്നല്ല ചോദിക്കുന്നത്. കഴിച്ചോ കഴിച്ചില്ലയോ? അപ്പോൾ അവർ പറയും കഴിച്ചിട്ടില്ല. ഉടനെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി കൊടുത്ത് അതിഥി സൽക്കാരം ആചരിക്കണം. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നു. അവരെ ബഹുമാനത്തോടെ കൈക്കൊണ്ട് അവർക്ക് അപ്പവും ഇറച്ചിക്കറിയും അബ്രഹാം ഉണ്ടാക്കി അവർക്ക് കഴിപ്പാൻ കൊടുത്തു. അതിന്റെ അനുഗ്രഹം അബ്രഹാമിന്റെ സന്താനങ്ങളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു. അവര് 40 വർഷം മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് കാടപ്പക്ഷിയും മന്നയും കൊടുത്ത് അവരെ പോഷിപ്പിച്ചത്. അപ്പോൾ ഇന്ന് നാം അതിഥി സൽക്കാരം മറക്കാതെ ചെയ്താൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവദാസന്മാരെ മാനിക്കുവാൻ, ദൈവമക്കളെ മാനിക്കുവാൻ, അവിശ്വാസികളായ ആൾക്കാരെ പോലും മാനിക്കുവാൻ, കരുതുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒന്നുറങ്ങാൻ നമ്മൾ അല്പം സ്ഥലം കൊടുത്താൽ, അല്പം ആഹാരം തിന്നാൻ കൊടുത്താൽ, വിശ്രമിക്കാൻ ഒരു ഇടം കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കാരണം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന അദൃശ്യനായ ദൈവം നമ്മുടെ അടുക്കലുണ്ടെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നതും എല്ലാം കർത്താവിനറിയാം. കർത്താവ് അത് നോക്കും, ശ്രദ്ധിക്കും. അതിനനുസരിച്ചാണ് അവൻ മാർക്കിടുന്നത്. വെറുതെ മാർക്കിടില്ല, വെറുതെ ഫ്രീ ആയിട്ടൊന്നും മാർക്ക് കൊടുക്കില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിച്ച് പോകുമ്പോൾ ദൈവം ടിക്കിടാൻ തുടങ്ങും. അപ്പോഴാണ് മാർക്ക് കൂടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അതിഥി സൽക്കാരം ആചരിക്കുവാൻ, മറക്കാതെ ആചരിക്കുവാൻ ദൈവം അവസരങ്ങൾ തരും. ആ അവസരങ്ങൾ തരുമ്പോൾ നമ്മൾ കളഞ്ഞു കുളിപ്പിക്കരുത്. നമ്മൾ ഒരു നേരത്തെ ആഹാരം അല്പം കുറച്ചാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കുകയാണ്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ പ്രവർത്തിക്കേണ്ട കാര്യമാണ് അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ള കാര്യം. അത് പാലിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമാറാകട്ടെ. അവസാനത്തതും ഏഴാമത്തതുമായ മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത ഏഴാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർ 12:6 പ്രബോധനം മറക്കരുത്. ഏഴാമത്തെ കാര്യം എന്താണ്? മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത ഏഴാമത്തെ കാര്യം പ്രബോധനം മറക്കരുത്. എന്താണ് ഈ പ്രബോധനം? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറത്തെ പ്രസംഗം 5 മിനിറ്റായി ചുരുക്കുന്നതാണ് പ്രബോധനമായിട്ട് പലരും കരുതിയിരിക്കുന്നത്. കൂടുതൽ സമയം സംസാരിക്കുന്നത് പ്രസംഗവും ചുരുക്കി പറയുന്നത് പ്രബോധനവും. തെറ്റ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതല്ല. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം, 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളെ കുറിച്ചുള്ള ബോധനമാണ്. നമ്മുടെ പ്രവർത്തികളെ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ, മനുഷ്യന്റെ പ്രവർത്തികളെ, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ നല്ലതും ചീത്തയുമായ പ്രവർത്തികളെ നമ്മൾ മറക്കാൻ പാടില്ല. അത് ഓർത്താചരിക്കണം. നമ്മുടെ പ്രബോധനങ്ങളെയും പ്രവർത്തികളെയും മറക്കാതെ ആചരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. അതാണ് അതിന്റെ മുകളിൽ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം താൻ സ്നേഹിക്കുന്ന മനുഷ്യനെ തല്ലുന്നു, ശിക്ഷിക്കുന്നു. നമ്മുടെ മക്കളെ നമുക്ക് തല്ലാനും ശിക്ഷിക്കാനും അധികാരമുണ്ട്. നമ്മൾ ദൈവ മക്കളായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തല്ലും, ശാസിക്കും, ശിക്ഷിക്കും. അതിലൂടെ ഒരു പ്രബോധനം ദൈവം നമുക്ക് തരികയാണ്. ആ പ്രബോധനം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രബോധനത്തെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറണം. മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 7 കൂട്ടം കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ മറക്കാൻ പാടില്ല. 2, ദൈവത്തിൻ്റെ ഉപകാരത്തെ മറക്കാൻ പാടില്ല. 3, ദൈവത്തിൻ്റെ നിയമത്തെ മറക്കാൻ പാടില്ല. 4, ദൈവത്തിൻ്റെ പാട്ടുകളെ മറക്കാൻ പാടില്ല. 5, നന്മ ചെയ്യുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും മറക്കാൻ പാടില്ല. 6, അതിഥി സൽക്കാരം മറക്കാൻ പാടില്ല. 7, ദൈവത്തിൻ്റെ പ്രബോധനം മറക്കാൻ പാടില്ല.